മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതിയായ ഗോൾഡ് പാലസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പയ്യോളിയിൽ നിന്നും കടത്തിയ 10 ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെടുത്തു. കേസിലെ മൂന്നാം പ്രതിയും ജ്വല്ലറി ഉടമകളിൽ ഒരാളുമായ തിക്കോടി ചിങ്ങപുരം കൊയിലോത്ത് മൊയ്തീൻ ഹാജി മാറ്റിയ സ്വർണമാണ് പോലീസ് കണ്ടെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജോഷില, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? കാസർഗോഡ് ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു കുറ്റ്യാടിയിലും നടന്നത്. ഇതിൽ കുറ്റ്യാടിയിൽ ലീഗ് നേതാവ് തന്നെയായിരുന്നു പ്രതിയായി വന്നിട്ടുള്ളത്. ലീഗ് നേതാവ് സബീറിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇത് നാദാപുരത്തും അതുപോലെ തന്നെ പയ്യോളിയിലും കല്ലാച്ചിയിലും ഇതേ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടത്തി വരുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ, അതായത് 248 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾ പയ്യോളിയിലെ നഗരസഭ 5ാം ഡിവിഷൻ കൗൺസിലർ സ്മിതേഷിന്റെ സാന്നിധ്യത്തിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗോൾഡ് അപ്രൈസർ രവീന്ദ്രന്റെ സഹായത്തോടെ പോലീസ് ആഭരണങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലെ കേസിലെ മൂന്നാം പ്രതിയായ മൊയ്തീൻ ഹാജി മാറ്റിയ സ്വർണമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും 13 കേസുകളാണ് കുറ്റ്യാടി ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളുമായി അതുപോലെ തന്നെ പ്രതികൾ നടത്തിയ നിക്ഷേപ തട്ടിപ്പിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലീഗ് നേതാക്കൾ ഇതോടുകൂടി, അതായത് കുറ്റ്യാടിയിലെയും കോഴിക്കോട് ജില്ലയിലെ തന്നെ ലീഗ് നേതാക്കൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ നിക്ഷേപ തട്ടിപ്പ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ലീഗ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ലീഗിന് നേരത്തെ തന്നെ ലീഗ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയിലിരിക്കുകയാണ്. മറ്റൊരു ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പിന് കൂടി മറുപടി പറയേണ്ട ഗതികേടിലേക്ക് ലീഗ് നേതൃത്വം മാറിയിരിക്കുന്നത്. അജിംഷാദ്.